ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം, പക്ഷേ ഇപ്പോൾ പറയുമ്പം അതിലേറെ ദുഃഖമുള്ള ഒരു കാര്യം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഞാൻ എന്താണ് അതാണ് ആ വ്യക്തി എന്ന് പറയണം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അച്ഛനെക്കുറിച്ച് കേട്ടോ. എൻ്റെ അച്ഛനെക്കുറിച്ചെന്ന് പറയുമ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ തൊട്ടടുത്തിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അച്ഛൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പം അവധിക്ക് വീട്ടിലോട്ട് വന്നേ കേട്ടോ. ഞാനൊരു 10 ദിവസത്തേക്ക് നിൽക്കാൻ വന്നേ എൻ്റെ വീട്ടിലോട്ട്. ഞാൻ ഇവിടെ വരുമ്പം എൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ വരുമ്പം സഹിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും മനസ്സിലാകും, ആ ഒരു ദുഃഖം സഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. വേണ്ടേ, അവിടാണ് എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന സ്ഥലം കേട്ടോ. എല്ലാവരും പറയില്ലേ 6 അടി മണ്ണെന്നൊക്കെ. പിന്നെ വലിയ പ്രായം ഇല്ല കേട്ടോ. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ വലിയ പ്രായം ആയില്ല അച്ഛന്. 53 വയസ്സിലായിരുന്നു അച്ഛൻ മരിച്ചത്. 53 വയസ്സ് പറഞ്ഞാലും അത്ര പോലും പറയില്ല കേട്ടോ കണ്ടാൽ. ഞാൻ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അച്ഛന് അറ്റാക്കായിരുന്നു, കാർഡിയാക്കായിരുന്നു. ഗൾഫിൽ വെച്ചിട്ട് അച്ഛൻ മരിച്ചത്. എന്താ അച്ഛനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നെ അറിയാവുന്നവർക്കും എൻ്റെ അച്ഛനെ അറിയാവുന്നവർക്കും വ്യക്തമായി അറിയാം എൻ്റെ അച്ഛൻ എന്തായിരുന്നു, എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എന്തായിരുന്നു, അച്ഛൻ എത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു എന്നെല്ലാവർക്കും അറിയാം കേട്ടോ. അച്ഛന് ഞങ്ങൾ 2 പെൺമക്കളാണ് അച്ഛനുള്ളത്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു അത്താണിയും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ, എനിക്കറിയില്ല പറയാം. പെൺമക്കളുള്ള അച്ഛനെ നഷ്ടപ്പെട്ട എല്ലാ പെൺമക്കൾക്കും, ആൺമക്കളുടെ കാര്യം ആൺമക്കൾക്ക് അതുപോലെ അതിൻ്റെ പത്രമാറ്റ് വിഷമം കാണും. പക്ഷെ അവർ പ്രകടിപ്പിക്കില്ല കേട്ടോ. ഒരാണിനെ സംബന്ധിച്ച് വെച്ചപ്പം ഒരച്ഛൻ്റെ നഷ്ടം എന്ന് പറയുമ്പോൾ അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷെ അവരുടെ ഹൃദയം അവരുള്ളിൽ ഒതുക്കുകയല്ല. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അങ്ങനല്ല. അവർക്ക് ഉള്ളിൽ ഒതുക്കാൻ അറിയില്ല കേട്ടോ. അവരെപ്പോഴും കണ്ണും നിറഞ്ഞ് അവരുടെ സ്വഭാവ രീതികളിൽ കാണിച്ചൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 5-6 വർഷം ആവുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ ആ ഒരു കടമ്പ ഇന്നും ഹൃദയം പൊട്ടും. ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ വരില്ല. എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിപ്പം ഞാൻ ഇവിടെ ചെന്ന് അങ്ങോട്ട് ജസ്റ്റ് ഞാനിന്ന് നോക്കിയാൽ മതി. ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത്ര പ്രിയപ്പെട്ട അത്രയെന്ന് വെച്ചാൽ എനിക്കായാലും എൻ്റെ ചേച്ചിക്കായാലും ഞങ്ങളുടെ ജീവന്. സാധാരണ പെൺമക്കൾക്ക് അച്ഛനോടാണ് സ്നേഹം എന്നുള്ളത് അതൊരു പഴമൊഴിയോ പഴഞ്ചൊല്ലോ ഒന്നും അല്ല കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. 101% യാഥാർത്ഥ്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയ എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകത്തുള്ളൂ, പെൺമക്കൾക്ക്. ഇതിപ്പം ഞാൻ ഇപ്പം ചിലപ്പോൾ ചിലർ വീഡിയോ കാണുമ്പം അയ്യോ എന്തോ അത്രയാണ് അങ്ങനല്ല കേട്ടോ. നമുക്ക് എന്നെക്കൂട്ട് ഫീൽ ചെയ്യുന്ന എന്നെക്കൂട്ടുള്ള ഒത്തിരി പെൺകുട്ടികളും എല്ലാം കാണും. അച്ഛനും അമ്മ ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള നമ്മുടെ ആ ഒരു അവസ്ഥ. ഇപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ എന്നും എൻ്റെ അച്ഛൻ ഞങ്ങളെ കല്യാണം കഴിച്ച് വിട്ട് ഞങ്ങൾക്ക് മക്കളായപ്പോഴും എൻ്റെ അച്ഛന് ഞങ്ങൾ കുഞ്ഞാണ്. നമ്മുടെ കണ്ണൊന്നും നിറയാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അതൊക്കെ ഓർക്കുമ്പം ഹൃദയം പൊട്ടിപ്പോകും കേട്ടോ. നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാകും. നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിലി ലൈഫൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ ചങ്ക് പൊട്ടുന്നത് നമ്മുടെ പേരൻസിന് എല്ലാവരുടെയും. ഇപ്പം എൻ്റെ അച്ഛൻ ഇവിടെ ഉള്ള സമയത്ത്, എൻ്റെ അച്ഛൻ ലീവിന് വരുന്ന സമയത്ത് ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം, എൻ്റെ കണ്ണൊന്നും നിറയണ്ട. വലിയ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ചിട്ട്. എൻ്റെ കണ്ണൊന്നും നിറയുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പം എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കുമായിരിക്കും ഞാൻ. എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനിങ്ങനെ ഒരു വിഷമം അച്ഛാ അങ്ങനെ അച്ഛാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇളയതാണ്.
അപ്പോൾ അത്രയും ഒരു ആ ഒരു ഇൻറ്റിമസി അച്ഛനോട് അത്രയും അടുപ്പം. അപ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ ഇപ്പം ഈ ഒരു നിറയിലല്ല, ഇതിൽ കട്ട് ചെറിയ രീതിയിൽ കണ്ണൊന്ന് നിറഞ്ഞ് വന്നാൽ പെട്ടെന്ന് അച്ഛൻ ചെയ്യുന്നത് എന്താ പറയുക, അച്ഛനത് കാണാൻ പറ്റത്തില്ല. അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഈ തലഭാഗം ഉണ്ടല്ലോ പുറകെ കൂടി ഇങ്ങനെ പിടിച്ച് അച്ഛൻ്റെ നെഞ്ചത്തോട് ഇങ്ങനെ അങ്ങ് ചേർക്കും. അതായത് ആ കണ്ണുനീര് പുറത്ത് വരരുത്, അച്ഛൻ കാണരുത് ആ കണ്ണുനീര്. ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് എന്തുവാ. അപ്പോൾ ഒരു സ്നേഹത്തോടുള്ളൊരു സംസാര രീതിയുണ്ട്. ഒന്നുമില്ല അച്ഛാന്ന് പറയും. അപ്പം അത്രയും അടുപ്പം. അതായത് നമ്മളിപ്പം നമ്മളിപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും നമ്മളൊന്നിൽ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പം ദൈവത്തിനെ വിളിക്കുന്നവർ കാണും, ദൈവമേന്ന് വിളിക്കുന്നവർ കാണും, അല്ലെങ്കിൽ അമ്മേന്ന് വിളിക്കുന്നവർ കാണും. പക്ഷേ എൻ്റെ വായിൽ എനിക്കറിയില്ല, അച്ഛായെന്നേ വരത്തുള്ളൂ. അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാളാണ് അവിടെ കിടക്കുന്നത്. അവിടെ ആയിപ്പോയത് എൻ്റെ അച്ഛന് ലീവിന് വന്ന് പോയി ഒരു വർഷത്തിൽ ഒരു 6 മാസം 5-6 മാസമൊക്കെ ഇരിക്കുമ്പം എല്ലാ വർഷത്തിലും വരും കേട്ടോ. 2 വട്ടമെങ്കിലും വരുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ അച്ഛൻ ലാസ്റ്റ് പോയി സ്റ്റേജിലും അച്ഛനൊരു 6 മാസം ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേന് പോയതാട്ടോ. വയ്യായ്മകളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. കാർഡിയാക്കായിരുന്നു. അച്ഛൻ ഡ്രൈവറായിരുന്നു, ഗൾഫിൽ ഡ്രൈവറായിരുന്നു. അപ്പം വണ്ടിയിൽ യാത്രയൊക്കെ ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി യാത്ര കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ നല്ലൊരു, പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞൊരു ഒരു ക്ഷീണം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ അച്ഛൻ താഴെ അടുത്ത ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് താഴോട്ടിറങ്ങി. താഴെ കടയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അറിഞ്ഞതാണ് ഇതെല്ലാം. അപ്പോൾ കടലിരിക്കുന്ന ആൾ ഇങ്ങനെ പറഞ്ഞു, എന്തോ പിള്ളേക്ക് എന്തോ വയ്യാന്ന് തോന്നുന്നു, ഇറക്കമൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ഇറങ്ങി വരുമ്പോൾ തന്നെ അച്ഛനെ നെഞ്ചുവേദന എടുത്തിട്ട് അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടെന്നല്ല, അച്ഛനൊരു മോനെ പോലെ, അച്ഛന് ആമക്കളില്ല, അച്ഛൻ മോനെ പോലെ കാണുന്ന ഒരാളുണ്ട് അച്ഛൻ്റെ റൂമിൽ. റഷീദ് എന്ന് പറഞ്ഞൊരു ഇക്കയുണ്ട്. ഇക്കയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റായിട്ട് അച്ഛന്. അപ്പം ഇക്കയോട് വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഗ്യാസാണെന്ന് തോന്നുന്നു, ഒരു ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വരണേന്ന് പറഞ്ഞു. അന്നേരം ശരിയെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ്റെ ആ ഒരു ഇറക്കം അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വരുവാണ്. അപ്പോഴത്തേന് താഴെ കടയുള്ള ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്ന് അച്ഛനെ ആംബുലൻസിലോട്ട് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകാൻ പോകുമ്പം ഈ വിളിച്ച ഇക്ക പുറകിൽ ടാബ്ലറ്റുമായിട്ടാണ് പുറകിൽ വന്ന് ഇക്ക കാണുന്നത് അച്ഛനിങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നേ കാണുന്നത്. പക്ഷെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കിയെന്ന് ഈ ഇക്ക പിന്നെ പറഞ്ഞു നമ്മളോട്. ഹോസ്പിറ്റലിൽ ഇക്കായും പുറകെ അന്നേരം തന്നെ പോയി കഴിവിൻ്റെ പരമാവധി അവർ ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേ അച്ഛൻ്റെ ജീവൻ പോയി എന്നാണ് പറഞ്ഞത്. കാർഡിയാക്കായിരുന്നു. അപ്പോൾ സൗദിയിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് താമസം എടുത്ത് അച്ഛൻ്റെ ശരീരം കൊണ്ടുവരാൻ ഒരു 10-15 ദിവസത്തോളം താമസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളറിഞ്ഞില്ല, നമുക്ക് അച്ഛന് എന്തോ വയ്യ, നെഞ്ചുവേദന എന്ന് മാത്രം നമ്മളോട് അവരെ അറിയിച്ചത്. പക്ഷെ പിന്നെ നമുക്ക് ആളുകൾ വരുന്നതും നമ്മൾ ഇങ്ങനെ കൂടുന്നു അതെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ. അതൊരു വലിയ നഷ്ടം നികത്താൻ നമുക്ക് പറ്റത്തില്ല, ഇന്നും പറ്റുന്നില്ല. ഇന്നും അച്ഛനില്ലാത്ത സാഹചര്യങ്ങളിൽ ഒരുപാട് ദുഃഖമുണ്ട്. ഒരുപാട് ദുഃഖം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊരു സഹോദരനും ഒന്നും ഇല്ലാത്ത പെൺമക്കളുള്ള വീടുകളിൽ നമ്മുടെ താങ്ങും തണലും നമ്മുടെ അച്ഛനായിരിക്കും, അച്ഛനും അമ്മയും. പക്ഷേ നമുക്ക് അച്ഛനോടായിരിക്കും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതും ഇല്ലാതെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് അനുഭവിക്കുന്നവർക്ക് അറിയാം കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ കാണുമായിരിക്കും, ഇങ്ങനെ ഇത്രയും വിഷമങ്ങൾ അനുഭവിക്കുന്ന പെൺമക്കൾ കാണുമായിരിക്കും കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പം എൻ്റെ അച്ഛനൊന്ന് ജീവിച്ചിരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയിലും എൻ്റെ ചാനലിലുമൊക്കെ നിറഞ്ഞു നിൽക്കും കേട്ടോ. വലിയ ഇഷ്ടമാണ് അതൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അന്ന് അച്ഛനില്ലാതെ പോയി. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഇതുപോലെയല്ല എൻ്റെ അച്ഛൻ. ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോഴും എൻ്റെ അച്ഛൻ്റെ മുഖം, എൻ്റെ അച്ഛൻ്റെ പ്രസൻസ്, എൻ്റെ അച്ഛൻ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കത് എന്നും ഫീൽ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മുടെ പേരൻസിൻ്റെ ഒരു ആശീർവാദവും അനുഗ്രഹവും ഒക്കെ അവർ പോയാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ എനിക്ക് ഈ സാന്നിധ്യം ഇവിടെ എല്ലാവർക്കും അറിയാം, കൂടെ ഉണ്ട്. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അവിടെയാണെങ്കിലും. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ്റെ ഈ ഒരു സ്ഥലം എൻ്റെ ചാനലിൽ
എൻ്റെ യൂട്യൂബിൽ എൻ്റെ അച്ഛൻ ഉറങ്ങുന്നത് എൻ്റെ അച്ഛനെ ജീവനോടെ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇങ്ങനെ ഞാൻ കാണിക്കുമെന്ന് എൻ്റെ മനസ്സിന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന സ്ഥലമാണിത് കേട്ടോ. ഇതാണ് എൻ്റെ അച്ഛൻ ഉറങ്ങുന്നത്. പിന്നെ എന്താ ഒന്നുമില്ല. എല്ലാവർക്കും ഒരു പരിധിവരെ ഞാൻ എൻ്റെ ഈ ഒരു സങ്കടം എല്ലാവർക്കും മനസ്സിലാക്കി കാണുന്നില്ല. മറ്റ് സങ്കടങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും ഞാനിങ്ങനെയാണ്. എൻ്റെ കണ്ണ് നിറയും. വർഷങ്ങൾ പിന്നിട്ടാലും നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്നാലും ഈ ഒരു നഷ്ടം നഗരില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിത് ഏകദേശം ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാടുണ്ട് അച്ഛൻ എന്താണ് എന്നുള്ളതിന് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ ചെയ്തതല്ല. എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും